നിങ്ങളുടെ വീട്ടിൽ കുട്ടിയെ പോലെയാണ് കാണുന്നതെന്ന് ഇവിടെയുള്ള ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ കോൾഡ് ആയതുകൊണ്ട് എന്തോരോ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. അവരുടെ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നതാണ്. അത് കണ്ടുപിടിക്കുന്നതാണ്. എനിക്ക് വയ്യ, എനിക്ക് ഉള്ളിൽ കിട്ടാനൊന്നുമില്ല. ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഈ ക്രൗഡ് ഞാൻ പ്രതീക്ഷിച്ചില്ല. പോത്തീസിന് ഉള്ളിൽ കേക്ക് മിക്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ കാണുമെന്ന് ഞാൻ വിചാരിച്ചത്. ഇത് ഭയങ്കര ഭീകരത തന്നെയാണ്. എനിക്ക് മനസ്സിലായി ഞാൻ വരുന്നത് പറഞ്ഞിട്ടാണ് നിങ്ങൾ എല്ലാവരും വന്നത്. ഓക്കെ, എന്തായാലും അടിപൊളി. എന്നോട് ക്ഷണിച്ചതിൽ ഒത്തിരി സന്തോഷം. പിന്നെ അതുകൂടാതെ തന്നെ ഒരു ലോഞ്ച് ഉണ്ട്. കുക്കീസ് ലോഞ്ച് ഞാൻ കുക്കീസ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. റെസിപ്പി പറഞ്ഞു തരണം. പറഞ്ഞില്ല ഞാൻ. അത് പറഞ്ഞപ്പോഴാ നമ്മള് കേക്ക് മിക്സിങ്ങിന് കറക്റ്റ് ആളെ വിളിച്ചേ. ബിഗ് ബോസിന്റെ ഏറ്റവും നല്ല ഷെഫ് ആരാ? നെവിനിൽ നിന്ന് കോപ്പി എടുത്തതാണ് ഞാൻ പഠിച്ചു വെച്ചു. പക്ഷേ എളുപ്പമാണ് കുക്കീസ് ഉണ്ടാക്കാൻ. പക്ഷേ ഇവിടുത്തെ കുക്കീസ് ഭയങ്കര സ്പെഷ്യൽ എന്നാണ്. ഇവിടുത്തെ കുക്കീസ് സ്പെഷ്യൽ ടേസ്റ്റ് എന്നാണ് ഞാൻ അറിഞ്ഞത്. അതെ, ലച്ചിട്ട് മറ്റുള്ളതൊക്കെ കഴിച്ചിട്ടുണ്ടോ? ലച്ചിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്റെ ഫേവറേറ്റ് സ്ഥലമല്ലേ പോത്തീസ് എന്ന ഷോപ്പ്. ഞാൻ ട്രിവാൻഡ്രത്ത് പോത്തീസിൽ ഫുൾ ടൈം ഞാൻ ട്രിവാൻഡ്രത്ത് പോത്തീസിലാണ് എല്ലാ സാധനങ്ങളും മേടിക്കുന്നത്. അത് പോത്തീസിലുള്ള എല്ലാവർക്കും അറിയാം. അവിടുത്തെ സ്റ്റാഫൊക്കെ തമിഴ് ആൾക്കാരാണ്. അവർക്ക് പോലും എന്നെ നന്നായിട്ട് അറിയാം. അനു ചേച്ചി, അനുവക്ക മലയാളിയുണ്ട്. ആ പിന്നെ ഇദ്ദേഹം എന്റെ ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ട് പോത്തീസിലെ. പോത്തീസിലല്ല, പുള്ളി ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവിടുത്തെ ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിനെ പറ്റി എപ്പോഴും പറയാറുണ്ട്. സോറി ഏട്ടാ, ഷെരീഫിക്ക് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ ആരും അപ്പൊ ഈ ഇരിക്കണോ? ഓക്കെ, എപ്പോഴും പറയാറുണ്ട്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് എല്ലാവർക്കും, നമ്മുടെ കൊച്ചിക്കാർക്ക് എല്ലാവർക്കും അറിയാം. അത് ആക്ച്വലി ഷെരീഫ്ക്ക് പറയരുത്. കാരണം ഷെരീഫ്ക്കയുടെ ഫുഡ് എന്ന് പറയുന്നത് കുക്കീസ് ആണെങ്കിലും ബിസ്ക്കറ്റ്സ് ആണെങ്കിലും ഇതൊക്കെ നമ്മൾ പഴയ കഴിച്ചിട്ടുള്ള ടേസ്റ്റില് ഇപ്പോഴത്തെ ജനറേഷൻ കഴിക്കാൻ പറ്റുന്ന വിധത്തിൽ ഉണ്ടാക്കുന്നതാണ്. അതിലൊക്കെ ഷെരീഫ്ക്കയുടെ ലച്ചീറ്റ് നമുക്ക് ഇങ്ങനെ തെളിഞ്ഞ് കാണും. എന്തായാലും ബിഗ് ബോസ് കണ്ടിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു. കണ്ടിട്ടുണ്ടായിട്ടില്ലേ? ആരുമില്ല ഇവിടെ. എല്ലാവരും നന്നായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. അതെ, ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും വിന്നറാവാൻ സാധിച്ചത്. ഇവിടെ വന്നപ്പോ തന്നെ കുറെ പേര് പറഞ്ഞു അനു നീയാണ്, ഞങ്ങളാണ് അനുവിന്റെ PR. അത് കേട്ടപ്പോണ്ടല്ലോ എവിടെ പോയാലും അത് കേൾക്കുമ്പോൾ ഭയങ്കര പ്രൗഡ് തോന്നുന്നുണ്ട്. എന്താ പറയണ്ടേ, എല്ലാവരും ഒത്തിരി സ്നേഹവും സന്തോഷം അറിയിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിൽ കുട്ടിയെ പോലെയാണ് കാണുന്നതെന്ന് ഇവിടെയുള്ള ചേച്ചിമാരൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ അത് കോൾഡ് ആയതുകൊണ്ട് എന്തോരോ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്. കോൾഡ് വരുമ്പോ മാത്രമാണ് ഈ ചെറിയൊരു സൗണ്ട് ഞാൻ പിടിക്കുന്നത്. എന്നാലും ഭയങ്കര സന്തോഷമാണ്. നിങ്ങളുടെ കൺഫ്യൂസ് കാണുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ ഉള്ളിലുള്ള സ്നേഹം എന്താണെന്ന്. ട്രിവാൻഡ്രത്ത് പോത്തീസിലാണ് ഞാൻ എല്ലാ സാധനങ്ങളും. കാരണം ഞാൻ പോത്തീസിൽ വന്നുകൊണ്ട് താഴെ സൂപ്പർ മാർക്കറ്റിലായിട്ടാണ് പോകുന്നത്. കാരണം അവിടെയുള്ള എല്ലാം ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് എല്ലാം ഞാൻ അവിടെ നിന്ന് എടുക്കുന്നത്. ഞാനും പറഞ്ഞിട്ടില്ലായിരുന്നു പോത്തീസിന് എങ്ങനെ പ്രൊമോഷൻ കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ കഴിഞ്ഞ് പോയി കുഴപ്പമില്ല. അതെ അതെ. ഞാന് കേക്ക് കഴിച്ചിട്ടില്ല, മടുത്തൊന്നല്ല കേട്ടിട്ടുണ്ട്. ഞാൻ ഒന്നത്തെ കാര്യം ഷുഗർ കഴിക്കുന്ന ഒരാളല്ല. ഷുഗർ ഇല്ലാത്തതുണ്ടോ? ഓക്കെ, അപ്പൊ ഷുഗർ കഴിക്കണം. പിന്നെ ബിഗ് ബോസിൽ പോയപ്പോഴാണ് ഞാൻ ഷുഗർ കഴിക്കാൻ തുടങ്ങിയത്. കാരണം കിട്ടാത്ത സാധനം നമുക്ക് കിട്ടുമ്പോ നമുക്കത് ഭയങ്കര എന്താ പറയണ്ടേ, പിന്നെ ക്രേവിങ്സ് തോന്നും. കാരണം ഞാൻ കേക്ക് വല്ലപ്പോഴാണ് കിട്ടുന്നത്. ഇപ്പൊ എനിക്ക് ഷുഗർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എല്ലാ സാധനങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ തടി കണ്ടാ അറിയാലോ, ടേസ്റ്റ് കുക്കീസ് മാത്രമല്ല എല്ലാ സാധനങ്ങളും. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ട് നമ്മള് തന്നെ കഴിക്കും. സാധാരണ ഞാൻ അറിയാതെ കഴിച്ചു പോകും. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അനുമോള് എന്തായാലും കഴിക്കണം. ഞാൻ എന്തായാലും ഇതിന് 2-3 പാക്കറ്റ് കൊണ്ടുപോകും. ഉറപ്പായിട്ട് ഞങ്ങൾ തന്നുവിടും. ഞാൻ കൊണ്ടുപോകും. തൃശ്ശൂർ കൊണ്ടുപോകാന്ന് പറയുന്നത് ഇവിടെ കുക്കീസ് ഞാനങ്ങ് എടുക്കുക. അതെ, ഓക്കെ. മനുഷ്യനെ നമ്മൾ പാട്ട് പാടിക്കാനായിരുന്നു പ്ലാൻ. ആക്ച്വലി ബിഗ് ബോസ് എന്ന് പറയുന്ന പോലെ ബിഗ് ബോസിന് ഇറങ്ങിയിട്ട് ഒരു ബിഗ് ബോസിന് കൂടുണ്ട് കേട്ടോ, അല്ലേ? ബിഗ് ബോസ് ആണ് ഇവിടെ നിൽക്കുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാന് വർഷങ്ങൾക്ക് മുമ്പ്
ശ്രീശാന്തിനോട് ഒത്തിരി വർഷം, ഒരു 10-12 കൊല്ലം മുമ്പായിരുന്നു. ഇത് പറയുന്നതിന്റെ പ്രായം പുറത്ത് വരും. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. എന്തായാലും ഭയങ്കര സന്തോഷം പോർച്ചുഗീസിൽ വരാൻ കഴിഞ്ഞു. പിന്നെ ഷെരീഫ് എൻ്റെ നാട്ടുകാരനാണ്. ലെറ്റ്സ് ഈസ് ബേക്കേഴ്സ് ഓൾറെഡി ഞാൻ കേക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഒരു ഷോപ്പ് കൂടിയാണ്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം. എനിക്ക് അറിയില്ലായിരുന്നു പോർച്ചുഗീസിൽ ഇങ്ങനെ ഒരു സ്ഥാപനമുള്ള എനിക്ക് അറിയില്ലായിരുന്നു. അതിപ്പോഴാണ് ഞാൻ അറിയുന്നത്. കാര്യം ഈ പരിപാടി എന്നെ വിളിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്.